Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാം റിസൾട്ട്സ് ഇന്ന് പബ്ലിഷ് ചെയ്തു. സോ 3 വർഷത്തെ കോഴ്സ് കുട്ടികൾ ഇന്ന് ഫിനിഷ് ചെയ്ത് ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും O ഗ്രേഡ് A+ ഗ്രേഡ് ഇതൊക്കെ മേടിച്ച് സാറ്റിസ്ഫൈഡ് ആയി ഗ്രാജുവേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നെക്സ്റ്റ് ചോദ്യം, നമ്പർ 1 വിചാരിച്ചത്രയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അതിനേക്കാൾ ഉപരി 3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പേപ്പർ മാത്രമായിട്ട് ഫെയിലിയർ ആയിട്ടുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ 3 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 6th സെമസ്റ്ററിലെ ഏതെങ്കിലും ഒരു പേപ്പർ മാത്രമായിട്ട് ഇപ്പോൾ പോയി കിടക്കുക. സോ പലരും ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏതെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട്, ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അപ്രതീക്ഷിതമായി 6th റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പർ പോയി എന്ന് പറയുമ്പോൾ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതാണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെക്സ്റ്റ് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു പേപ്പർ മാത്രമാണ് പോയിട്ടുള്ളൂ. നമ്പർ 1 റിവാലുവേഷന് കൊടുത്ത് വല്ല കാര്യമുണ്ടോ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നതാണ്, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടേണ്ടതാണ്. റിവാലുവേഷന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്പർ 2 റിവാലുവേഷന് കൊടുത്താൽ എപ്പോഴാണ് റിസൾട്ട് വരാൻ? ടൈം എടുക്കുമോ? അത് മറ്റൊരു ചോദ്യം. നമ്പർ 3 മോഡറേഷൻ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അതാണ് വേണ്ടത്. മോഡറേഷൻ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? മോഡറേഷൻ്റെ റൂൾസ് എങ്ങനെയാണ്? ഓക്കെ, ബിക്കോസ് പലരും MCOM അല്ലെങ്കിൽ MBA അങ്ങനെയുള്ള പല കോഴ്സസിനും എസ്പെഷ്യലി MBA ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചവരുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പുറമേയൊക്കെ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് വന്നപ്പോൾ അത് ആകെ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിവാലുവേഷൻ്റെ കാര്യം, മോഡറേഷൻ്റെ കാര്യം, ഇതൊക്കെ നമുക്ക് കാണാം. അതിനുശേഷം പാസ്സായിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് കോഴ്സിലോട്ട് പോകണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. MCOM ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ MBA ചെയ്യാൻ പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CA CMA അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വരും ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഒരുപാട് മെസ്സേജ് എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റിവാലുവേഷൻ്റെ കാര്യത്തിലോട്ട് പോകാം. സോ ഞാൻ നോട്ടിഫിക്കേഷൻ ഇന്ന് വായിച്ചപ്പോൾ തന്നെ റിസൾട്ടിൻ്റെ കൂടെ റിവാലുവേഷൻ്റെ കാര്യം കൂടിയും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവാലുവേഷൻ എന്ന് പറയുന്നത് 17-ാം തീയതി നാളെ മുതൽ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 31-ആണ്. അപ്പോൾ റിവാലുവേഷന് നിങ്ങൾക്ക് നാളെ മുതൽ കൊടുക്കാൻ സാധിക്കും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതല്ല എൻ്റെ മാർക്ക് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നിർബന്ധമായും റിവാലുവേഷൻ കൊടുത്തിരിക്കുക. പിന്നെ വളരെ കുറച്ച് മാർക്കിനൊക്കെ പോയിട്ടുള്ള കുട്ടികൾ, ഒരു പേപ്പറിനൊക്കെ പോയിട്ടുള്ള കുട്ടികൾ വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിവാലുവേഷൻ തന്നെയാണ്. സോ നിങ്ങൾ നിർബന്ധമായും റിവാലുവേഷന് പോവുക. ഇനി എല്ലാതും നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. ഈ സെമസ്റ്ററിൽ ഇപ്പോൾ ചില പേപ്പറിൽ ഞാൻ വിചാരിച്ച അത്രയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ റിവാലുവേഷൻ്റെ പിന്നാലെ നടന്നിട്ട് മറ്റൊരു പുതിയ കോഴ്സിലോട്ട് പോവുകയാണ് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നാലെ പോകാൻ താല്പര്യമില്ലെങ്കിൽ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് വന്നു, ഇനി ഇതിൻ്റെ വരുമ്പോൾ അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നാച്ചുറലി നിങ്ങളുടെ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സ് കുറച്ചൊന്ന് ഡിലേ വരാം. കാരണം നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി അതാണ്. റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ചെയ്ത് അതിൻ്റെ മാർക്ക് വരാൻ അത്യാവശ്യം എന്തെങ്കിലും ടൈം എടുക്കുമല്ലോ. അത് നമുക്ക് കറക്റ്റ് പറയാൻ സാധിക്കില്ല, കാരണം ആദ്യമൊക്കെ ടൈം എടുക്കാറുണ്ട്. ബട്ട് ഇപ്പോൾ ഈ പറയുന്ന ബാർകോഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് ഡിലേ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ പുതിയത് റിസൾട്ട് വരുമ്പോൾ അതിനും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇപ്പം എല്ലാം കൂടിയിട്ട് വേണമെങ്കിൽ ഒരു 2 months എങ്കിലും ചിലപ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട്, ഞാൻ പെട്ടെന്ന് വരാണെങ്കിലുള്ള കാര്യം പറഞ്ഞത്, ഇതിന് കറക്റ്റ് നമുക്കൊരു ടൈം പീരീഡ് പറയാൻ പറ്റില്ല. ആദ്യമൊക്കെ നല്ലവണ്ണം ഡിലേ വരാറുള്ളതാണ്. ഇപ്പോൾ ബാർകോഡ് ബേസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ
നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ വഴി റീവാലുവേഷൻ തന്നെയാണ്, വേറൊരു വഴി ആദ്യം പറയാനില്ല. ഈ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് പറയാനുള്ളതാണ് ഈ പറഞ്ഞ മോഡറേഷനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. മോഡറേഷൻ എന്ന് പറയണത് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോഡറേഷനെ പറ്റിയിട്ടുള്ളത്. എത്ര കിട്ടാനുള്ള എലിജിബിലിറ്റി എങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ റൂൾസും റെഗുലേഷൻസിൻ്റെയും ഡീറ്റെയിൽസാണ് യൂണിവേഴ്സിറ്റിയുടെ. അതിൽ മോഡറേഷൻ അവാർഡഡ് ബൈ ദി പാസ് ബോർഡ് ഇഫ് എനി ഷാൽ ബി ഗ്രാൻഡഡ് ഇൻ എലിജിബിൾ കേസസ് ഇൻ ഹോൾ നമ്പേഴ്സ് ഓൺലി. മോഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബോർഡ് തീരുമാനിക്കണം, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അവർ തീരുമാനിക്കുന്ന പോലെ നമുക്ക് കിട്ടുള്ളൂ. ഓരോ വർഷവും ഇത്ര കിട്ടും എന്നുള്ളത് നമുക്ക് സാധാരണ റൂൾ പറയണ പോലെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചില കോഴ്സസിന് ഉണ്ടാവും, ചില കോഴ്സിന് ഉണ്ടാവില്ല. ബോർഡാണ് തീരുമാനിക്കുക. അതുകൊണ്ട് പലപ്പോഴും കുട്ടികളെ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് കിട്ടി, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ദെൻ അതിൻ്റെ റൂൾസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയണതും കാണിച്ചു തരാം. ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് കുട്ടികൾ എത്ര മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടിയാണിത്. മോഡറേഷൻ ഷാൽ ബി awarded subject to a maximum of 5% of total external marks to be awarded in a semester. അപ്പോൾ എക്സ്റ്റേണൽ മാർക്സ് ടോട്ടൽ ഒരു സെമസ്റ്ററിൽ അവോർഡ് ചെയ്തതിൻ്റെ 5% മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ മോഡറേഷനായിട്ട്. ഇതാണ് റൂൾ പ്രകാരമുള്ള ആദ്യത്തെ നിയമം, ഫസ്റ്റ് നിയമം. ഇനി രണ്ടാമത് പറയുന്നത് ഇത് എ ആണ്, എ പോയിന്റ്. രണ്ടാമത് പറയുന്നത് ഫോർ എ പേപ്പർ ദി മാക്സിമം മോഡറേഷൻ awarded shall be limited to 10% of total marks to be awarded for the external in the course. ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ എക്സ്റ്റേണൽ മാർക്ക് എത്രയാണെങ്കിൽ അതിൻ്റെ 10%, ഇപ്പോൾ 80-ൽ 10%, അതാണ് മാക്സിമം എക്സ്റ്റേണലിൽ. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്ക് എന്നൊക്കെ അല്ലേ. മാക്സിമം മോഡറേഷൻ ഷാൽ ബി ലിമിറ്റഡ് ടു 10% ഓഫ് ദി ടോട്ടൽ മാർക്സ് ടു ബി awarded ഫോർ ദി എക്സ്റ്റേണൽ. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് ഇഫ് എ സ്റ്റുഡൻറ്റ് ഫെയിൽസ് ഫോർ എ സിംഗിൾ കോഴ്സ്, ഒറ്റ പേപ്പർ, ഇപ്പം മെജോറിറ്റി കുട്ടികൾ ചോദിക്കുന്നത്, ദിസ് ലിമിറ്റ് ക്യാൻ ബി എൻഹാൻസ്ഡ് ടു 15% ഓഫ് ദി എക്സ്റ്റേണൽ ഇൻ ദി കോഴ്സ് കൺസേൺ. ഇത് ഈ പറയണ പോലെ ഒറ്റ പേപ്പർ മാത്രമാണെങ്കിൽ അത് 15% വരെ എന്നുള്ളൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഈ 3 പോയിന്റാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പറഞ്ഞാണൊക്കെ board of examiners concerned shall have the liberty to fix low percentage marks for moderation subject to the conditions mentioned in A, B and C. ഈ പറഞ്ഞ 3 പോയിന്റിലെ ഏറ്റവും ലോവസ്റ്റ് മാർക്ക് തീരുമാനിക്കാൻ ബോർഡിന് എന്തുണ്ട്? നമ്മൾ പറയണ പോലെ പരിപാടിയുടെ കാര്യങ്ങൾ കമ്മിറ്റിക്കാർക്ക് എന്ത് ചെയ്യാൻ തീരുമാനിക്കാം എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് എക്സാമിനേഴ്സിന് തീരുമാനിക്കാം. ഇതിൽ ഏറ്റവും കുറവ് പെർസെൻറ്റേജ്, കൂടുതലില്ല, ഏറ്റവും കുറവ് ഫിക്സ് ചെയ്യാൻ. എന്തൊക്കെയാണ് ഒരു സെമസ്റ്ററിലെ ടോട്ടൽ പെർസെൻറ്റേജിൻ്റെ മാക്സിമം 5%, ഒരു പേപ്പറിൽ എക്സ്റ്റേണലിൻ്റെ 10% മാക്സിമം. ഇപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 8 മാർക്ക് മാക്സിമം. പിന്നെ അത് മൊത്തം പാസ്സായി ഒരു പേപ്പർ മാത്രമാണെങ്കിൽ അത് ഒരു 15% വരെ. ബട്ട് ഇത് ഇത്ര വരെ കിട്ടണമെന്ന് ഇതാ പറഞ്ഞ ഇതിലൊരു നമുക്കൊന്നും നമ്മളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അന്തിമം ആരാണ് തീരുമാനിക്കുക? അവരാണ്. കിട്ടി പോയി. ഇത് ഒരു കാര്യം. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവില്ല, പിന്നെ പറയാം. ഇതിപ്പോൾ ബോർഡ് തീരുമാനിക്കുന്നുണ്ട് വാല്യുവേഷൻ്റെ സമയത്ത്. ഓൾറെഡി ഇപ്പോൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പറിൽ ഒരു ഇത്ര മാർക്കിന് ഒരുപാട് കുട്ടികൾ അങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്, തോൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ തീരുമാനിക്കണം ശരി ഒരു 3 മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ പാസ്സാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ റിസൾട്ട് മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് മോഡറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് മെജോറിറ്റി കേസിൽ മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക, മെജോറിറ്റി. ദെൻ അതിനുശേഷം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷത്തെ എല്ലാ സെമസ്റ്ററിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരൊറ്റ പേപ്പർ മാത്രം വളരെ കുറച്ച് മാർക്കിനൊക്കെ പോകുമ്പോഴാണ് ഇപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ബട്ട് എൻ്റെ അടുത്ത് ഇതിനേക്കാൾ മുമ്പ് ചിലർ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ട് കുറച്ചൊക്കെ കാരണം അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ഇതൊക്കെ ലക്ക് അനുസരിച്ചിരിക്കും.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം രൂപരേഖ മോഡറേഷനെ പറ്റിയിട്ട്. കിട്ടി അതിന് ഒരു ഉറപ്പുമില്ല. യഥാർത്ഥത്തിലുള്ള റൂൾസും കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു. ഈ ഫെനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം ഉദ്ദേശിക്കുന്നുണ്ടാവും, അടുത്ത വർഷം ഉദ്ദേശിക്കണമെന്നില്ല. ഒക്കെ അവരൊക്കെയാണ് തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ഇത് കിട്ടുമെന്ന് ആരും എന്ത് ചെയ്യരുത്, വിചാരിച്ചിരിക്കരുത്. നമുക്ക് ശരിയായ റൂട്ടിൽ കൂടെ പോകുമ്പോൾ മെയിനായിട്ട് റിവാലുവേഷൻ കൊടുക്കാം, നെക്സ്റ്റ് എക്സാം എഴുതാം. പല കുട്ടികളുടെയും ചാൻസ് കഴിഞ്ഞവരുണ്ട്. 2018 ഒക്കെ ചാൻസ് കഴിഞ്ഞു. നിങ്ങൾ 1 ടൈം സപ്ലിമെൻ്ററിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കിട്ടിയാൽ അവർ തരാണെങ്കിൽ മേടിച്ച് വയ്ക്കാം, ഒരു ഉറപ്പും നമുക്ക് പറയാനില്ല. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് റിവാലുവേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മോഡറേഷനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഓക്കെ, ദെൻ അങ്ങനെ ആയിന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കോഴ്സ് കഴിഞ്ഞാൽ അതിലൊരു പേപ്പർ പോയി എന്നുള്ളത് വലിയൊരു കാര്യമൊന്നുമല്ല. ഇതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വീണ്ടും ഇതിനേക്കാൾ വലിയ കോഴ്സസ് പഠിച്ച് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.